മൈസൂരിലെ സെക്കൻഡ് ഡേയിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ താമസിച്ച ഹോട്ടലിലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോട്ടൽ റൂമായിരുന്നു ഇത്. റൂമിൻ്റെ പുറത്തുള്ള വിൻഡോയിലൂടെ കാണുന്ന കാഴ്ചകളും നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും റെഡി ആയി കഴിഞ്ഞ് നമ്മൾ ടെറസിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ടെറസിൽ പോയപ്പം മൈസൂർ സിറ്റിയുടെ നല്ലൊരു പനോറമിക് വ്യൂ തന്നെ കാണാൻ പറ്റി നമുക്ക്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ പോയത് സെയിൻറ്റ് ഫിലോമിനാസ് ചർച്ചിലോട്ടാണ്. അവിടെ ചെന്നപ്പോൾ നമ്മൾ വേറെ ഏതോ നാട്ടിൽ ചെന്നൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. 1936 നിയോഗോത്തിക് സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ ചർച്ച് മൈസൂരിൽ വരുന്നവരുടെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. ഈ ചർച്ചിൽ ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കുമെന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ ചർച്ചൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പോയത് മൈസൂർ സൂവിലോട്ടായിരുന്നു. 157 ഏക്കേഴ്സിലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ മൈസൂർ സൂവിലൂടെ ഐദർ നമുക്ക് നടന്ന് കാണാം, അല്ലെങ്കിൽ ബഗ്ഗി നമുക്ക് ചൂസ് ചെയ്യാം. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും കുട്ടികളും എല്ലാവരും ബഗ്ഗിയിൽ പോകാമെന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ബട്ട് ബഗ്ഗി കിട്ടാനുള്ള ക്യൂവിൻ്റെ ലെങ്ത്ത് കണ്ടപ്പോൾ നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. കയറി ചെന്നപ്പോൾ തന്നെ ആദ്യം പോയത് ബേർഡ്സിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു. ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള ബേർഡ്സ് നമുക്കവിടെ കാണാൻ പറ്റി. ബേർഡ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ പോണത് അനിമൽസ് ഉള്ള സെക്ഷനിലോട്ടാണ്. ദൂരെയായിട്ട് നമുക്ക് ടൈഗർ കാണാൻ പറ്റുന്നുണ്ട്. വെക്കേഷൻ ടൈമിൽ പോയത് കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ ആൾക്കാരുടെ ഇടയിൽ കൂടെ മാത്രമാണ് നമുക്കിതെല്ലാം കാണാൻ പറ്റിയത്. കുറേ അധികം ദൂരം നടന്ന് കാണാനുള്ളത് കൊണ്ട് തന്നെ സ്നാക്സും വെള്ളമൊക്കെ കയ്യിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലയനാണ്. വീഡിയോയിൽ വിസിബിലിറ്റി കുറച്ച് കുറവാണ്. അങ്ങനെ ഡിഫറെൻറ്റ് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നു. മുന്നിലായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എത്രത്തോളം തിരക്കുണ്ടായിരുന്നു എന്ന്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ലയൺ ടൈൽഡ് മക്കാസിനെയാണ്. അകത്തൊരു ഗൊറില്ല ഫുഡ് കഴിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്തും ഗൊറില്ലാണ് കേട്ടോ. ആളെവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ ഫൈനലി ആളെ കണ്ടു കിട്ടി. കൂടെ ഉണ്ടായിരുന്ന ബേബീസിനൊക്കെ നടന്നു മതിയായി. ഇപ്പം അവരെ എടുത്തുകൊണ്ട് നടക്കുക. അങ്ങനെ നടന്ന് ഞങ്ങൾ റൈനോസറസിൻ്റെ സെക്ഷനിലെത്തി. കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയപ്പം ചീറ്റ ഉണ്ടായിരുന്നു അവിടെ. പിന്നീട് കണ്ടത് സീബ്രയായിരുന്നു. പിന്നെ പോയത് പാരിൻ്റെ സെക്ഷനിൽ. ഇവിടെയായിട്ട് കുറേ ഇന്ത്യൻ ഗ്രേ വുൾഫിനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കണ്ടത് ഹൈനയാണ്. ശരിക്കും കുട്ടികളോ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരോ ഉണ്ടെങ്കിൽ ബഗ്ഗി തന്നെയായിരിക്കും ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ. ഇവിടെ ഇഷ്ടംപോലെ മാനുകളുണ്ട്. ഇത് കണ്ടോ, ഇവിടെ അനിമൽ അഡോപ്ഷനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. വായിച്ചപ്പോൾ നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ട് തോന്നി. എല്ലാ സൂലിയും പോലെ ഇവിടെയും കൂടുതൽ കണ്ടത് മാനുകളെയാണ്. വീണ്ടും ഹൈനാസ്. ഇപ്പൊ കാണുന്നത് ഒരു മൗസ് ഡിയർ ആണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ആനകളൊക്കെ ഉള്ള സെക്ഷനിലെത്തി. ഇവിടെ കുറേ അധികം ആനകളുണ്ട്. നടന്നു മതിയായി നമുക്ക് ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാനും സ്പേസസ് ഉണ്ട്. എവിടെയും ബാറുണ്ട്. ഇവിടെ നമുക്ക് ആനയെ
കുഞ്ഞിനെ കുളിപ്പിക്കുന്ന കാഴ്ച കാണാൻ പറ്റും. ഇടയ്ക്ക് നമുക്ക് പർച്ചേസിനായിട്ട് സോവറിൻ ഷോപ്സും ഉണ്ട് ഇവിടെ. സ്കൂളിൽ നിന്ന് കുറേ കുട്ടികളൊക്കെ ട്രിപ്പിനായിട്ടും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ദൂരെയായിട്ട് കുറേ ഡക്ലിങ്സ് ഇങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് സ്വിം ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് റെപ്റ്റൈൽസിൻ്റെ സെക്ഷനിലാണ്. കുറച്ച് ഫ്രണ്ടിലായിട്ട് ഹിപ്പോ ഉണ്ട്. പിന്നെ കണ്ടത് ക്രൊക്കോഡൈൽസിനാണ്. ഇതിനകത്തുള്ള ബേർഡ്സൊക്കെ പറന്ന് പോകാതിരിക്കാനാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ചെയിൻസ് വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേ അവിടെയായിട്ട് ഓസ്ട്രിച്ചിനെയും കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ സൂവിൻ്റെ എൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജിറാഫോട് കൂടി സൂവിൻ്റെ കാഴ്ചകളൊക്കെ അവസാനിച്ചു. അപ്പോൾ ബൈ, അണ്ടിൽ നെക്സ്റ്റ് ടൈം.